ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. നമ്മൾ എന്താണ് നമ്മുടെ ക്ലാസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമ്മളിപ്പോ എത്ര ഭാഗം എത്തിയായിരുന്നു ഓർക്കുന്നുണ്ടോ മക്കളെ? ഇൻസ്റ്റാഗ്രാമിലെ നമ്മളെ വീഡിയോസ് നമ്മള് ചാപ്റ്റർ തീരാണ് കേട്ടോ. ഏകദേശം നമ്മുടെ എന്താണ് BCR എന്ന വിഷയം കംപ്ലീറ്റ് തീരാൻ പോവാണ്. മാക്സിമം ഇനി 1-2 സെഷനുകൾ മാക്സിമം തീർക്കാൻ പോവാണ്. കാരണം എന്താണ് 17-ാം തീയതി ആയില്ലേ. സോ ഇനി ഒത്തിരി നേരം പഠിച്ചു കിട്ടുന്ന അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാ, ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് തീർക്കാം. പിന്നെ കുറെ പേര് എന്താണ് ഇപ്പം CA ഫൗണ്ടേഷന്റെ അക്കൗണ്ട്സിന്റെ ക്ലാസ് ചോദിക്കുന്നുണ്ട്. ബട്ട് മക്കളെ ഇപ്പം അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. സോ ഇനി പുതിയ അഡ്മിഷൻ എടുക്കുന്നില്ല. അഡ്മിഷൻ ബാച്ച് നമ്മുടെ ഫിൽ ആയിട്ടുണ്ട്. സോ നമുക്ക് പുതിയ അഡ്മിഷനിലേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മള് പാർട്ട് 3 വരെ ചെയ്തിരുന്നു അല്ലേ? സോ ഇനി നമ്മൾ എന്താണ് പാർട്ട് 4 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പാർട്ട് 3 ചെയ്തിരുന്നു. സോ ഇനി പാർട്ട് 4 ആണ് ചെയ്യുന്നത്. സെനസ് ടൈപ്പ് ഡയറക്റ്റ് ഇന്റർനെറ്റ് ആക്റ്റീവ് ബാറ്റ്സ്മാൻ ലെക്ചേഴ്സ് നോട്ടാണ്. ഫോറിലേക്ക് കടക്കാം. സോ നമ്മൾ കഴിഞ്ഞാണ് നമ്മള് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞു. ഇനി നമ്മൾ എന്താ സിമ്പിൾ പാസ്റ്റോട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, നമ്മള് എന്താണ് ബാക്ക്ഗ്രൗണ്ട് കറുപ്പിടുകയാണ് ഈ നിറം നമുക്ക് എന്ത് ചെയ്യാം, കാരണം നമ്മുടെ പഴയ സ്ക്രീനിലേക്ക് നമ്മൾ പോകേണ്ട വരുമായിരിക്കും. ബട്ട് നമുക്ക് നോക്കാം. എന്താണ് സിമ്പിൾ ഫാസ്റ്റ്? സിമ്പിൾ ഫാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ചെയ്തു എന്ന് അറിയിക്കുന്നതാണ് എന്താ സിമ്പിൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചെയ്തു എന്നറിയിക്കുന്നതാണ് സിമ്പിൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതിന്റെ അകത്ത് നമ്മുടെ ഫോം എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്ട് പ്ലസ് ഫാസ്റ്റ് ഫോം ഓഫ് വെർബ്. എന്താണ്? ഫാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മളുടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എന്താണ് ഫാസ്റ്റ് ഫോം of the verb is used with all subject. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ. എക്സാമ്പിൾ കണ്ടേ, എക്സാമ്പിൾ പറഞ്ഞോണ്ട് ഞാൻ ഫോം ഓഫ് ദ വെർബ്. ബോക്സ് ആക്കി നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് എക്സാമ്പിള്? ദേ കെയിം യെസ്റ്റർഡേ. അവൻ വന്ന് ഇന്നലെ വന്നു, അല്ലെങ്കിൽ അവര് ഇന്നലെ വന്നു. ഷീ കോൾഡ് മീ ലാസ്റ്റ് വീക്ക്. അവരെന്നെ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച എന്ത് വിളിച്ചു. ചെയ്തു എന്ന് അറിയിക്കുന്നതാണ്. കഴിഞ്ഞു എന്നുള്ളതാണ്. ഐ ലോസ്റ്റ് മൈ കൺട്രോൾ. ഞാൻ എന്ത് ചെയ്തു? എന്റെ കൺട്രോൾ എനിക്ക് നഷ്ടമായി. അങ്ങനെ സൂചിപ്പിക്കുന്നതാണ് എന്താ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ബേസിക്സ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ. അടുത്ത് നോക്കാം. അടുത്തെന്താണ്? 6ാമത്തെ എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്.
പാസ്റ്റ് എന്താണ്? കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഇതെന്തിനാ സൂചിപ്പിക്കുന്നതാണ്? ചെയ്യുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് ഇരുന്നു അങ്ങനെ ഫോം വരുന്നുണ്ടല്ലോ. സോ ഇവിടെ നമുക്ക് നോക്കാം ഇതിന്റെ ഫോം ഏതാണ് നല്ലത്. ഓക്കെ, ഇതിന്റെ ഫോം എന്താണ് മക്കളെ? നോക്കിയേ, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് എന്താണ്? കണ്ടിന്യൂസ് വരാൻ വേണ്ടി ING ഫോം. ഇതാണ് എന്താ? ഫാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് I, he, she, it ഇതിന്റെ കൂടെ ഒക്കെ എന്താണ് ചേർക്കേണ്ടത്? നമ്മള് വാസ് ആണ് ചേർക്കുന്നത്. സോ we, you, they ഇതിന്റെ കൂടെ ഒക്കെ നമ്മൾ എന്തായിരിക്കും ചേർക്കണേ? ഇപ്പം where, they were, he was, I was, she was, it was, we were, you were, they were അങ്ങനെയാണ് ചേർക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ഏതാ മക്കളെ? he was writing it. അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാ? he was writing it, അത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായോ? she was calling him, അവൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ഫോം നിങ്ങൾ എഴുതിയെടുക്കുക. എന്ത് ചെയ്യാ? എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. we were talking to them, ഞങ്ങൾ എന്ത് ചെയ്യാണ്? അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആ മലയാളത്തെ അർത്ഥം മനസ്സിലായി ഇല്ലേ? they were playing football, they were playing football, അവരെന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ മക്കളെ? മൊത്തത്തെ കിട്ടിയില്ലേ? അടുത്ത നോക്കാം. എന്താണ് പേര്? പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്താ മക്കളെ? പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ നോക്കാം അല്ലെ? ഇതിന്റെ മലയാളത്തം പറഞ്ഞ മക്കളില്ല. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ പറഞ്ഞത്? സോ ചെയ്തി ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോം എങ്ങനെ നമ്മൾ എഴുതും? സബ്ജക്ട് പ്ലസ് ഹാർഡ്, ചെയ്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി ഹാർഡ്, പ്ലസ് എന്ത് ചെയ്യണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? ഹാർഡ് ഈസ് യൂസ്ഡ് വിത്ത് ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്റ്റിനും കൂടെ എന്ത് ചെയ്യാം? ഹാർഡ് യൂസ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ എന്താ മക്കളെ? രണ്ടൊന്നാണ് കാണിച്ചു തരാം. ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ, അവൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഉണ്ടായിരുന്നു, അവൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഷീ അല്ലേ? ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ. ഇനി മറ്റേ ദേ നോക്കാം. ദേ ഹാഡ് അറേഞ്ച്ഡ് ദ ഹാൾ, അവരാണ് എന്താ? ഈ ഹാല് അറേഞ്ച് ചെയ്ത്. ദേ ഹാഡ് അറേഞ്ച്ഡ് ദ ഹാൾ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹാല് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്ക് അടുത്ത എന്താണ്? 8 അല്ല മക്കളെ, എന്ത് വരും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് എഴുതുന്നത്. ചെയ്തു കൊണ്ട് ഇരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് എന്താ? ടീച്ചറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇതിന് ഫോം വേണ്ട മക്കളെ? ബേസിക് ഫോം വേണ്ട? എന്താണ് ഇതിന് ബേസിക് ഫോം? ഈ ഫോംസ് നമ്മൾ പഠിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നേ? ഫോംസ് ജസ്റ്റ് ഓർത്തിരുന്നതാണ് കേട്ടോ. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാർഡ് പ്ലസ് ബീൻ പ്ലസ് എന്ത് ഫോമാണ്? കണ്ടിന്യൂസ് അല്ലേ, സോ ING ഫോം വരും. മനസ്സിലായില്ലേ? എക്സാമ്പിൾ പറയാമോ? പറയാലോ. എന്താണ്? ഷീ ഹാഡ് ബീൻ studying all night. എന്താണ്? ഷീ ഹാഡ് ബീൻ studying all night. അവൾ എല്ലാ രാത്രിയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ study all night. എന്താണ്? I had been driving all day. ഞാൻ എല്ലാ ദിവസവും വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. മക്കൾക്ക് ഇത് മനസ്സിലായോ? നമ്മൾ എന്താണ് പഠിച്ചത്? സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു അല്ലെ? കാരണം പാസ്റ്റിന്റെ സംഭവം കഴിഞ്ഞു. നമ്മൾ പ്രസന്റ് പഠിച്ചു, പാസ്റ്റ് പഠിച്ചു. ഇനി എന്താണുള്ളത് മക്കളെ? ഇനി ഫ്യൂച്ചർ അല്ലേ, ഭാവിയല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. ഭാവി പഠിക്കാം. ഭാവിക്ക് നിറം മാറ്റി കളിച്ചാലോ നമുക്ക്? ഭാവിയുടെ നിറം മാറ്റിയേക്കാം. ഭാവിക്ക് നിറം മക്കളെ വേണ്ടേ? പറഞ്ഞു. ഭാവിക്ക് ചുവപ്പെടുക്കാം. ഓക്കെ, ഭാവിക്ക് ചുവപ്പെടുക്കാം. ഭാവി എന്ന് പറയുന്നത് 9. എന്താണ്? നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിലെ മക്കളെ ആദ്യമേ അല്ലേ? സിമ്പിൾ ഫ്യൂച്ചറിൽ ആദ്യമേ വരണ്ടേ? സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോ ചെയ്യും, ഞാനത് ചെയ്യും എന്ന് സൂചിപ്പിക്കാനാണ് എന്ത്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ആയിട്ട് ഭാവി, ഞാനത് ചെയ്യും. എന്താ? ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്തു. ഓക്കെ, ഇതിന്റെ ഫോം വേണ്ടേ മക്കളെ? ഫോം പറയാം നമുക്ക്. ഫോം പറയാതെ എവിടെ പോവാനാ? കുട്ടിയും പോകില്ല നമ്മള്. ഓക്കെ, ഫോം മക്കളെ എഴുതിയെടുക്കുക. ഫോം എഴുതിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാ? ജസ്റ്റ് അത് മാത്രം ഒന്ന് പഠിച്ചാൽ കേട്ടോ. നോക്കാം. സബ്ജക്ട് പ്ലസ് വിൽ ഓൾ ഷാൾ യൂസ് ചെയ്യണം. അവിടെ നമുക്ക് ഫ്യൂച്ചർ അല്ലേ, സോ വിൽ ഓർ ഷാൾ യൂസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാ? ബേസ് ഫോം യൂസ് ചെയ്യാം, കാരണം സിമ്പിൾ അല്ലേ മക്കളെ, അല്ലേ? എക്സാമ്പിൾ എന്താണ്? ഐ വിൽ ഡു ഇറ്റ്, ഞാൻ അത് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? വി ഷാൾ കംപ്ലീറ്റ് ഇറ്റ്, ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും. വി ഷാൾ കംപ്ലീറ്റ്, ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, വി വിൽ ഇൻഫോം ദം, വി വിൽ ഇൻഫോം ദം, ഞങ്ങൾ അവരെ അറിയിക്കും. നല്ലല്ലേ? ഇതാണ് എന്ത്? സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോം പ്ലസ് എക്സാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എത്രയും കൂടെ പഠിക്കണ്ട? 3 കൂടി പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത് കഴിയും. പിന്നെ നമുക്ക് എന്തോ നമുക്ക് പാസ് വോയിസിന്റെ ആ ഏരിയയിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, പോട്ടെ.
അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, 10 എന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ എന്താണ്? കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുകയായിരിക്കും നമുക്കറിയില്ല, ചെയ്യുകയായിരിക്കും എന്ന് സൂചിപ്പിക്കാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമുക്ക് ING ഫോം ഉണ്ടാവുന്ന മനസ്സിലായില്ലേ? ഓക്കെ, നോക്കാം എന്തൊക്കെ വരും, എന്തൊക്കെ വരില്ല, എങ്ങനെയാണ് ബേസിക് ഫോം, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. എന്താണ് സബ്ജക്ട് പ്ലസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ? വിൽ ഓൾ ഷാൾ പ്ലസ് ബി പ്ലസ് ING. ഇതാണ് എന്താ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള് they will be play, അവർ കളിക്കുകയായിരിക്കും. they will be play. she will be study, അവർ പഠിക്കുകയായിരിക്കും. കളിക്കുകയായിരിക്കും, പഠിക്കുകയായിരിക്കും, യായിരിക്കും. അതാണ് എന്ത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മനസ്സിലായോ? ഫോം കിട്ടിയ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. അടുത്ത ഇതിന് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, നമുക്ക് ആൻഡ് ഇട്ടിടാം. ആൻഡ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. എങ്ങനെ? ഒരു ഉറച്ച തീരുമാനം, ഒരു ഉറച്ച തീരുമാനം, അതിന് എക്സാമ്പിൾ എന്താ? I will be coming to your house tomorrow. ഒരു ഉറച്ച തീരുമാനം, I will be coming to your house tomorrow. ഞാൻ will ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിന്റെ വീട്ടിൽ നാളെ വരും. വന്നു, അപ്പൊ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തേക്ക്, അല്ലെ? I will be coming to your home tomorrow. ഞാൻ ഉറപ്പായിട്ടും നിന്റെ വീട്ടിലേക്ക് നാളെ വരും. ഒരു ഉറച്ച തീരുമാനമല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യും കേട്ടോ. സോ 11 എന്താണ്? 11 ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ മക്കൾ എന്താണ്? ചെയ്തിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും. അതാണ് എന്താ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ചെയ്തിട്ടുണ്ടാകും. നോക്കാം. Subject plus will or shall. Will or shall ആണ്. Will or shall plus have. Have എന്താണ്? Plus past participle. ഓക്കെ, ഇതല്ലേ? ഇതിന് എക്സാമ്പിൾ എന്താ മക്കളെ? നോക്കാം. They will have done it
by tomorrow. They will have done it by tomorrow. അവരെന്ത് ചെയ്യും? നാളെ കൊണ്ട് അത് പൂർത്തീകരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താ? She will have made it within a few days. കുറച്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? അവരത് മേഡ് ചെയ്യും, ഉണ്ടാക്കും. മേഡ് അല്ലേ? അതാണെന്ത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് ജസ്റ്റ് പഠിക്കുക. എന്ത് ചെയ്യാം? നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തെന്താണ്? നമ്മുടെ ലാസ്റ്റ് ആണ് അല്ലെ, 12ാമത്. എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ് മലയാളം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? കുറച്ച് വലിയായിരിക്കില്ലേ? ചെയ്തു കൊണ്ട് ഇരിക്കുകയായിരിക്കും. ഇതാണ് എന്താ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഫോം വേണ്ട മക്കളെ ഇതിന്റെ? ഇച്ചിരി ലാസ്റ്റത്തെ അല്ലേ? സോ കുറച്ച് വലിയ കോളം വേണ്ട നമുക്ക്, കുറച്ച് വലിയ ഫോർമാറ്റ് വേണ്ടേ? അല്ലെ നമുക്ക് തന്നെ തോന്നില്ല ഈ ഏത് ലാസ്റ്റത്തെ ആയിട്ട് ഇത്ര ഉള്ളോ എന്നൊരു തോന്നലല്ലേ? നോക്കാം. സബ്ജക്ട് പ്ലസ് എന്താണ്? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് എന്താണ്? ING ഫോം. എന്താണ് ഇതിന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത്? എക്സാമ്പിളിന്റെ മക്കളെ, we will have been attending a meeting at this time tomorrow. ഞങ്ങൾ ഈ സമയത്ത് നാളെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായി? നമ്മളൊരു ഫ്യൂച്ചർ പ്രൊഡക്ഷനിലാണ് വെച്ചേക്കണേ. നാളെ ഈ സമയത്ത് ഞാൻ നാളെ എന്താണ്? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ആ ഒരു സംഭവം പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്യൂച്ചർ ആണ്, ഭാവിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ട്ടോ. ഇത്രയാണ് എന്താ പൊതുവെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. സോ എന്താണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ടായിരുന്ന ഏരിയ ഇതാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ഫോം പാസീവ് ഫോം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാൻ പറ്റും അല്ലെ? എത്ര ഫോം ഉണ്ട്? പാസീവ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പാസീവ് ഫോം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, എത്ര പേര് പാസീവ് ഫോം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? പാസീവ് ഫോം ഓഫ് സിമ്പിൾ പ്രസന്റ് അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനുള്ള. ആക്റ്റീവ് പാസീവിലോട്ട് മാറ്റാനുള്ള ഇതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ചാപ്റ്റർ ഏകദേശം വൈൻഡപ്പ് ചെയ്യും കേട്ടോ. എല്ലാത്തിന്റെ ഇങ്ങനെ ആ ഒരു ഇതിന്റെ ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത്യാവശ്യം ചാപ്റ്ററുകൾ വൈൻഡപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആവും. സോ പിന്നീട് എന്തുണ്ടാവില്ല? പിന്നീട് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവില്ല. നിങ്ങളുടെ BCR ഒക്കാബരി ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ വായിക്കണം, പഠിക്കണം. ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം. ഒറ്റയ്ക്ക് എന്താണ്? വായിക്കണം, പഠിക്കണം. ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം. ഓക്കെ, നമുക്ക് മനസ്സിലായല്ലോ? നമുക്ക് ഇന്നത്തെ ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു പക്ക ഫോം ആയിട്ട് തോന്നുള്ളൂ. സോ അടുത്ത ഏരിയയിലോട്ട് പാസീവ് ഇൻകം അല്ല പാസീവ് സെന്റൻസ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഏരിയയിലോട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇതിന്റെ ബാക്കിയായിരിക്കും. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 5 ആയിരിക്കും അല്ലേ? നമ്മളിപ്പോ പാർട്ട് 3 അല്ലേ ചെയ്തത്, ഇത് പാർട്ട് 4 അല്ലേ? സോ ഇനി എന്താണ് വരിക? നമുക്ക്
ഓക്കെ പാർട്ട് 4 ഇന്നത്തെ ഡേറ്റ് എത്രയാന്ന് നോക്കാം 17/12/23 ഓക്കെ നിങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും മക്കളെ സമയം കളയല്ല എല്ലാം പഠിക്കണം കേട്ടോ ഇംഗ്ലീഷ് ഒക്കെ കേൾക്കുക നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഞാൻ നോക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക റെഫർ ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാം റെഡി ആണല്ലോ മക്കളെ ഓക്കെ ഗുഡ് നൈറ്റ് സീ ഫ്രണ്ട്സ്